നമ്മൾ അടുത്ത 3 മാർക്കിന്റെ ടോപ്പിക്കിലേക്ക് പോവാണ്. സോ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള നമ്മൾ നേരത്തെ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്സിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ അതേ ലൈനിൽ തന്നെയുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത് ഇവിടെ ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ്, ഇതാണ് ഒരു ഇക്വറ്റോറിയൽ ലൈൻ. ദിസ് ഈസ് ഇക്വറ്റോറിയൽ ലൈനിന്റെ സ്പെഷ്യാലിറ്റി ഈ ചാർജുകളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് എല്ലാ പോയിന്റുകളും ഉള്ളത്. ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ. സോ ആ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ്, സോ ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. -q + q ചാർജ് ഇലക്ട്രിക് ഡൈപോൾ ആണ്. സെപ്പറേറ്റ് ഡിസ്റ്റൻസ് 2a. സോ ആ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ഞാൻ എടുത്തു P. നേരത്തെ P എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തത് ആക്സിയൽ ലൈനിലായിരുന്നു, ഈ സൈഡിലായിരുന്നു. ഇപ്പോൾ അത് ഇങ്ങോട്ട് വന്നു. ദിസ് ഈസ് ഇക്വറ്റോറിയൽ പോയിന്റ്. ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നേരത്തെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 2p/r³ ആയിരുന്നു. ഓക്കെ, ഇവിടെ എത്രയാവും നമുക്ക് നോക്കാം. സപ്പോസ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ r ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, -q മുതൽ ഇതിന്റെ സെന്റർ വരെ ഡിസ്റ്റൻസ് a ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് a ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 2a. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഈ -q മുതൽ p വരെയുള്ള ഡിസ്റ്റൻസ് +q മുതൽ p വരെ ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അതാണല്ലോ ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ ആ ഡിസ്റ്റൻസിന് ഞാൻ x എന്നും ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും x എന്നും വിളിച്ചു. സോ നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം -q മുതൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു, ദെൻ +q മുതൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു -q ചാർജ്. അപ്പോൾ -q ചാർജിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം 1/4πε0. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 q/r². സോ ഇവിടെ 1/4πε0 -q ഡിവൈഡഡ് ബൈ -q മുതൽ പോയിന്റ് വരെ ഡിസ്റ്റൻസ് r അല്ല, ദിസ് ഈസ് x. സോ -q/x² ആണ്. ഓക്കെ, ആ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് -q/x² ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. -q മുതൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? -q മുതൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എപ്പോഴും പറഞ്ഞു, -q മുതൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ആ ചാർജിനകത്തേക്കായിരിക്കും. മീൻസ് പോയിന്റിൽ നിന്ന് ചാർജിലോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പോയിന്റിൽ നിന്ന് ചാർജിലോട്ടാണ് -q മുതൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈ -q ന്റെ ഡയറക്ഷൻ ചാർജിനകത്തേക്കായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു +q ചാർജ് മുതലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. +q ചാർജ് മുതലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതാം 1/4πε0 +q ആണ് ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസും x തന്നെയാണല്ലോ. സോ ഡിവൈഡഡ് ബൈ x². അതിന്റെ ഡയറക്ഷനോ? അതിന്റെ ഡയറക്ഷൻ ആ പോയിന്റിൽ നിന്ന് ചാർജിൽ നിന്ന് വെളിയിലോട്ടായിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആ പോയിന്റിൽ നിന്ന് എപ്പോഴും വെളിയിലോട്ടാണ് +q മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഇതാണ് +q മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ +q മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടും -q മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. നേരത്തെ രണ്ട് ഒരേ ലൈനിലായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോലും രണ്ട് ഒരേ ലൈനിലായിരുന്നു. എന്നാൽ ഇവിടെ ഡിഫറെന്റ് ലൈനിലാണുള്ളത്. ഇനി അതിവിടെ നിൽക്കട്ടെ, ഡയറക്ഷൻ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡുകൾ രണ്ടും ശ്രദ്ധിച്ചു നോക്കിയേ. -q മുതലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 -q/x². +q മുതലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 +q/x². സോ ഇത് രണ്ടും നോക്കുമ്പോൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മീൻസ് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് E - q ആൻഡ് ഓൾസോ ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് E + q. അതിനെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് EQ എന്നങ്ങ് വിളിക്കാം. ഓക്കെ, അപ്പൊ E + q-ന്റെയും E - q-ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് സാധനങ്ങളാണ്. അപ്പൊ +q-ന്റെയും -q-ന്റെയും മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡിന്റെ കാര്യം ഓക്കെ. ഇനി ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ +q എന്ന് പറയുന്നതും ഈ -q എന്ന് പറയുന്നതും രണ്ടും രണ്ട് വെക്ടറുകളാണ്. അപ്പൊ ഈ രണ്ട് വെക്ടറുകളുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ആഡ് ചെയ്താൽ പോരാ. രണ്ട് വെക്ടറുകൾ, രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനുള്ള രണ്ട് വെക്ടറുകളാണ്. അപ്പൊ ഡിഫറെന്റ് ഡയറക്ഷനുള്ള രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്ത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷന്റെ സഹായം തേടേണ്ടി വരും. അപ്പൊ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ പറയുന്നത് നമ്മൾ ഇത് ഈ രണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് വെക്ടേഴ്സിനെയും ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ് ആക്കി എടുത്തു.
എന്നിട്ട് പാരലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് പാരലോഗ്രാം ആണെങ്കിൽ ആ പാരലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഡയഗണൽ വരയ്ക്കുക. അപ്പൊ ആ ഡയഗണൽ റെപ്രസെന്റ് ദ റിസൾട്ടന്റ് വെക്ടർ. സോ ഇതായിരിക്കും എന്റെ റിസൾട്ടന്റ് വെക്ടർ. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് വെക്ടർ, ദാറ്റ് ഈസ് ഇ. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ ഇ. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് വെക്ടർ തന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലെ? റിസൾട്ടന്റ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. അല്ലെങ്കിൽ പിയും ക്യൂ ആണ് വെക്ടേഴ്സ് എങ്കിൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos θ. അതായിരിക്കും ഇക്വേഷൻ. അപ്പോ എക്കും ബിക്കും ഇടയ്ക്കുള്ള വെക്ടറിന്റെ ആംഗിൾ വേണം. പിനും ക്യൂവിനും രണ്ട് വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വേണം. അപ്പൊ സപ്പോസ് ഇവിടെ ഈ സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഈ സൈഡ് എ ആണ്. സപ്പോസ് ഈ എക്സിനും എ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇതും എക്സും ഇത് എ ആണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ആംഗിളും തീറ്റയായിരിക്കും. അതിൽ സംശയമില്ല. ദെൻ ഈ ഇലക്ട്രിക് ഫീൽഡും ഈ നമ്മുടെ ഡൈപോളിന്റെ ആക്സിസും പാരലൽ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആ പാരലൽ ലൈനുകളെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ പോയിരിക്കുന്നത്. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഇത് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, ദാറ്റ് ഇസ് തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ്, ദിസ് ഈസ് ഓൾസോ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ പ്ലസ് ക്യൂവിനെയും ഈ മൈനസ് ക്യൂവിനെയും തമ്മിലാണ്. അപ്പൊ ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂവും തമ്മിൽ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലസ് ക്യൂവിനും ഈ മൈനസ് ക്യൂവിനും ഇടയ്ക്കുള്ള ടോട്ടൽ ആംഗിൾ ഈസ് തീറ്റ പ്ലസ് തീറ്റ, ദാറ്റ് ഇസ് 2θ. ഓക്കെ, തീറ്റയും തീറ്റയും, ഇത് തീറ്റ വന്നുകൊണ്ട് ഇത് തീറ്റ, ദെൻ ദിസ് ഇത് തീറ്റ വന്നുകൊണ്ട് ഇതും തീറ്റ. സോ ആംഗിൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 2θ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 2θ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. So resultant electric field at P will be the vector sum. Electric field vector sum ആയിരിക്കും root of a square plus b square plus 2ab cos θ. ഇവിടെ എയും ബിയും അല്ല, ഈ പ്ലസ് ക്യൂം ഈ മൈനസ് ക്യൂ ആണ്. സോ ഈ പ്ലസ് ക്യൂ സ്ക്വയർ ഈ മൈനസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ cos 2θ. Okay, so that root of a square plus b square plus 2ab cos θ. അതിന് പകരം ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ കൊടുത്തു. സോ ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ ഈ പ്ലസ് ക്യൂ ഈ മൈനസ് ക്യൂ cos 2θ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഈ പ്ലസ് ക്യൂവിന്റെയും ഈ മൈനസ് ക്യൂവിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം. അതിനെ ഇ ക്യൂ സ്ക്വയറിന് പകരം ഈ പ്ലസ് ക്യൂന് വരെ ഇ ക്യൂ എന്ന് തന്നെ എഴുതാം. ഈ മൈനസ് ക്യൂവും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ അതിനെ ഇ ക്യൂ സ്ക്വയർ എന്ന് എഴുതി 2eq, then അതും eq into cos 2θ. So that will be eq square that is 2eq square plus 2eq into eq, that is eq square cos 2θ. നമ്മൾ കോമൺ ആയിട്ട് രണ്ടിൽ നിന്നും 2eq square നമ്മൾ കോമൺ എടുത്താൽ 2eq square കോമൺ എടുത്തു, ബാക്കി 1 plus cos 2θ, 1 plus cos 2θ. ഓക്കെ, സോ 1 plus cos 2θ ഒരു ട്രിഗണോമെട്രിക് റിലേഷൻ ആണ്, ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ഈ റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. 1 plus cos 2θ is always equal to 2 cos square θ. ഓക്കെ, 1 plus cos 2θ എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് റിലേഷൻ ആണ്. അപ്പൊ ആ റിലേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 plus cos 2θ is 2 cos square θ. So that will be equal to root of 2eq square. 1 plus cos 2θ is 2 cos square θ. So നമുക്ക് അതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E is equal to root of, so that is 2 into 2 is 4eq square, then പിന്നെയുള്ളത് cos square θ. So that will be റൂട്ടിന് വെളിയിലെടുത്താൽ 4 റൂട്ടിന് വെളിയിലെടുത്താൽ 2 ആവുന്നു, eq square റൂട്ടിന് വെളിയിലെടുത്താൽ eq ആവുന്നു, cos square θ റൂട്ടിന് വെളിയിലെടുത്താൽ cos θ. So 2eq cos θ. So that is E is equal to 2. What is eq? ഈ പ്ലസ് ക്യൂ ആയാലും ഈ മൈനസ് ക്യൂ ആയാലും അതിന്റെ വാല്യൂ 1/4 π epsilon 0 q by x square. ഇവിടെ 1/4 π epsilon 0 q by x square. So that is 2 into 1/4 π epsilon 0 q by x square. Okay, ഫിഗറിൽ നിന്ന് cos θ. So 2 എഴുതി, eq എഴുതി, ഇനി വേണ്ടത് ഫിഗറിൽ നിന്ന് cos θയുടെ വാല്യൂ ആണ് നമുക്ക് എഴുതേണ്ടത്. So cos θ will be, cos θ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ എടുത്ത cos θ will always equal to adjacent side by hypotenuse. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ adjacent side a ആണ്, hypotenuse x ആണ്. So that will be a by x ആയിരിക്കും. Adjacent side by hypotenuse, that is a by x ആയിരിക്കും. So that is E is equal to 2 into 1/4 π epsilon 0
Q into A divided by x cube. So ഈ ഫിഗറിലോട്ട് നോക്കിയേ, ഈ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ എടുത്താൽ ഇത് 6, ഇത് എ ആണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആറിന്റെയും എയുടെയും സ്ക്വയർ ആക്കി എടുക്കാം. സോ ദാറ്റ് ഈസ് ഫ്രം ഫിഗർ we have x square is equal to a square plus r square. x square എന്ന് പറയുന്നത് a ന്റെയും r ന്റെയും സ്ക്വയർ ആണ്. അപ്പോൾ that is x is equal to that is a square root of a square plus r square അല്ലേ, root of a square plus r square അല്ലെങ്കിൽ x is equal to a square plus r square raised to 1/2 എന്നല്ല, root x എന്ന് പറയുന്നത് raised to 1/2 ആണ്. സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ കിടക്കുന്നത് x ക്യൂബ് ആണ്. സോ that is x cube is equal to a square plus r square raised to, അപ്പോൾ ഇവിടെ ക്യൂബ് എടുത്താൽ ഇവിടെ ഈ ക്യൂബ് എടുത്താൽ ക്യൂബ് എടുക്കണമെങ്കിൽ ഇവിടെ 3/2 ആയി മാറും. 1/2ന്റെ a square plus r square raised to 1/2ന്റെ ക്യൂബ് എടുക്കണം. അപ്പോൾ that is a square plus r square raised to 3/2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂബ് വരുമ്പോൾ ഇവിടെ ക്യൂബ് വരും, that is 3/2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ x ക്യൂബിന് പകരം ഇത്രയും കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is x cube is a square plus r square raised to 3/2. so that is നമുക്കിത് ഒന്നുകൂടെ നോക്കാം. So that is x cube is equal to a square plus r square raised to 3/2 ആണ്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു, E is equal to 1/2 into 1/4 pi epsilon 0 q into a divided by x ക്യൂബിന് പകരം a square plus r square raised to 3/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ 3/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 ഉണ്ട്, Q ഉണ്ട്, ഒരു A ഉണ്ട്. അപ്പോൾ Q into 2A എന്ന് പറയുന്നത് that is electric dipole moment P ആണ്. 2QA that is electric dipole moment P. So that will be 1/4 pi epsilon 0 2QA, അതിനെ നമുക്ക് P എന്ന് എടുക്കുന്നു, divided by a square plus r square raised to 3/2. അപ്പോൾ a square plus r square raised to 3/2. ഇനി നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ആക്സിയൽ പോയിന്റിൽ പഠിച്ച അതേ സാധനം തിരിച്ചു വരുന്നു. that is എ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു ക്വാണ്ടിറ്റി ആണ് ആർ സ്ക്വയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതുകൊണ്ട് നമുക്ക് എ സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് സിൻസ് എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ, സോ ദർഫോർ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. എ സ്ക്വയറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ എ സ്ക്വയറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ബാക്കി നോക്കാം. എ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്ത് ദാറ്റ് വിൽ ബി ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 1/4 pi epsilon 0 p by, ഓക്കെ, അപ്പോൾ എ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്താൽ ബാക്കി ആർ സ്ക്വയർ റൈസ് ടു 3/2 വരുന്നു. സോ ഇത് വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 p by x raised to m, the whole raised to n is x raised to m into n. So 2 into 3/2. അപ്പോൾ ആ 2 into ക്യാൻസൽ ചെയ്താൽ that will be r cube is equal to 1/4 pi epsilon 0 p by r cube ആയിരിക്കും. എവിടെയുള്ള ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 p by r cube ആണ്. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 p by r cube ആണ് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ ആക്സിയൽ പോയിന്റിൽ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് ഇവിടെ p അല്ലായിരുന്നു, 2p ആയിരുന്നു. ഓക്കെ, 1/4 pi epsilon 0 2p by r cube ആയിരുന്നു. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൂടെ ഒന്ന് നോക്കിയാലോ. ഡയറക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്ലസ് ക്യൂ ഇങ്ങോട്ടാണ്, ഈ മൈനസ് ഇങ്ങോട്ടാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈ ഡയറക്ഷനോട്ടാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലോട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലോട്ടാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതായത് ഡൈപോൾ മൊമെന്റ് ആ ഡയറക്ഷനും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. സോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്, രണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് നേരത്തെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഇവൻ ഈ ഡയറക്ഷനിലും ഇവൻ ഈ ഡയറക്ഷനുമാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവനൊരു നെഗറ്റീവ് സൈനും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈസ് ഈക്വൽ ടു മൈനസ് 1/4 pi epsilon 0 p by r cube. നേരത്തെ നമ്മളൊരു കൺക്ലൂഷൻ എഴുതിയിരുന്നു, ആക്സിയൽ പോയിന്റിൽ വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും ഒരേ ഡയറക്ഷനിലാണെന്ന് കൺക്ലൂഷൻ എഴുതിയിരുന്നു. എന്നാൽ അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റിൽ വെച്ചിട്ട് the direction of electric field and dipole moment, the direction of electric field and dipole moment, direction of electric field and dipole moment
ആർ ഓപ്പോസിറ്റ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലല്ല, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പക്ഷെ ആക്സിയൽ പോയിന്റിലാണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലായിരുന്നു. എന്നാൽ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഡൈപോൾ മൊമെന്റ് അങ്ങോട്ടും ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ടോട്ടൽ. ഓക്കെ.